വളരെയധികം സന്തോഷമുണ്ട്. ഏറെ താല്പര്യത്തോടുകൂടി നമ്മളെല്ലാം വായിക്കുന്ന എഴുത്തുകാരിയാണ് സുധാ മേനോൻ. കോവിഡ് കാലത്ത് നവമാധ്യമങ്ങളിലെ കുറിപ്പുകൾ കൂടിയാണ് നേരത്തെ പരിചയമുണ്ടെങ്കിലും വളരെ ഗൗരവമായി ഞങ്ങളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നീട് ആദ്യത്തെ പുസ്തകം ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചു. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുന്നു. രണ്ടാമത്തെ പുസ്തകം ഇന്ത്യ എന്ന ആശയം, അതും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഇന്ത്യ എന്ന ആശയം എന്ന പുസ്തകത്തിലേക്ക് വരുമ്പോൾ തന്നെ പുസ്തകത്തിൽ തന്നെ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നു, ഇന്ത്യ എന്ന ആശയം എന്ന് ആദ്യമായി ആധികാരികമായി പറഞ്ഞ് രവീന്ദ്രനാഥ ടാഗോർ CF ആൻഡ്രൂസിന് അയച്ച കത്തിൽ അദ്ദേഹം അതിനെ നിർവചിക്കുന്നു. ഇന്ത്യ എന്നത് മറ്റ് പല ദേശരാഷ്ട്രങ്ങളെക്കാൾ ഒരുപാട് വ്യത്യസ്തതയുള്ള ഒരു രാജ്യമാണ്. മറ്റ് ദേശരാഷ്ട്രങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറത്ത് ഇന്ത്യ എന്ന ആശയം ഇന്ത്യയുടെ മതേതരത്വത്തെ, ഇന്ത്യയുടെ ജനാധിപത്യത്തെ, ഇന്ത്യയുടെ ബഹുസ്വരതയെ, ഇന്ത്യൻ ദേശീയ ബോധത്തെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ച അഹിംസയെ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന ആശയം. ആ ഇന്ത്യ എന്ന ആശയം ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പുസ്തകത്തിൽ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ കൽക്കത്ത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് AO ഹ്യൂ അയച്ച ഒരു കത്ത്, ഞാൻ മുൻപ് അത് മറ്റ് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. അവരെ സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യത്തിലേക്ക്, അതിനുള്ള ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനെ കുറിച്ച്, അടിമത്തത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഗാന്ധിക്കും നെഹ്റുവിനും ദാദാഭായ് നവറോജിക്കും ഒക്കെ മുമ്പ് 1887 വിപ്ലവവും അതിന് മുമ്പുണ്ടായ കേരളത്തിലടക്കം ഉണ്ടായിരിക്കുന്ന സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളുണ്ട്. പഴശ്ശിരാജയുടേതാണെങ്കിലും വേലുത്തമ്പിയുടേതാണെങ്കിലും അതൊക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയും. അപ്പോൾ അദ്ദേഹം എഴുതുന്ന ഒരു കത്ത് പിന്നീട് 1885 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറവിയിലേക്ക് നയിക്കുന്ന പിന്നീട് വന്ന സാഹചര്യങ്ങളുമെല്ലാം നിലനിൽക്കുകയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പുസ്തകം എഴുതിയ ഗ്രന്ഥകർത്താവ് എന്ന നിലയിൽ ഇന്ത്യ എന്ന ആശയം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ ഘട്ടത്തിൽ എങ്ങനെയാണത് സ്വാധീനിച്ചത്, മുന്നോട്ട് വന്നത് എന്ന് എപ്പോൾ മുതലാണെന്നാണ് താങ്കൾ കരുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തും സഹയാത്രികനും ഒക്കെയായ വിഷ്ണുനാഥ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ് ഇന്ത്യ എന്ന ആശയം. കാരണം 2 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ആ അവസരത്തിൽ റിപ്പബ്ലിക് അല്ലെങ്കിൽ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന് തന്നെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആശയം എങ്ങനെയാണ് അത് സ്വാതന്ത്ര്യ സമര കാലത്തും എങ്ങനെയാണ് അത് ഇപ്പോഴും പ്രസക്തമാകുന്നത് എന്നത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. വിഷ്ണു പറഞ്ഞതിനോട് പ്രതികരിക്കുമ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായുള്ള മുന്നേറ്റങ്ങൾ പലയിടത്തും, വേലുത്തമ്പി ദളവയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പലയിടത്തും ഉണ്ടായിരുന്നു. ഇപ്പം സാന്താൾ ലഹളകൾ ഉണ്ടായിരുന്നു, സന്യാസി റിബല്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നികുതി പിരിവിനെതിരായിട്ട്, ജമീന്ദാർമാർക്കെതിരായിട്ട്, ബ്രിട്ടീഷ് കൂട്ടുകെട്ടിനെതിരായിട്ട് ധാരാളം ചെറുകിട പ്രാദേശികമായ സമരങ്ങൾ ഉണ്ടായിരുന്നു.
പക്ഷെ ആ സമയത്തൊന്നും തന്നെ ഈ ഇന്ത്യ എന്ന ഒരു ആശയത്തിലേക്ക് അത് എത്തിയിരുന്നില്ല. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപമെടുത്തത് അതിൻ്റെ ഒരു പ്രാരംഭ രൂപമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പുള്ള ബോംബെ പ്രസിഡൻഷ്യൽ അസോസിയേഷനും മദ്രാസ് അസോസിയേഷനും ഒക്കെ അതാത് പ്രദേശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പാൻ ഇന്ത്യൻ അസോസിയേഷൻ വേണമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. പക്ഷെ എന്നിട്ടും ഇന്ത്യ എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് 20കളോടുകൂടെ മാത്രമാണ്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട എൻ്റെ നോട്ടത്തിൽ എനിക്ക് തോന്നുന്നത് 1920കളിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തിയത് എന്നാണ്. അതിനു മുമ്പ് ഒരു പാൻ ഇന്ത്യൻ പ്രസ്ഥാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ നമ്മൾക്ക് 1900 പുതിയ ഈ ഒരു 19-20 നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായ പിളർപ്പും ഈ മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റുമായിട്ട് തിലകനും ലാലാ ലജ്പത് റായും ഒക്കെ ഒരു ഭാഗത്തും ഗോപാലകൃഷ്ണ ഗോഖലെയും റാണഡെയൊക്കെ മറുഭാഗത്തുമുട്ടായിട്ടുള്ള ഒരു ആശയ വൈരുദ്ധ്യത്തെക്കുറിച്ചും പോരാട്ടത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു ദിവസം വളരെ നിരാശനായിട്ട്, കാരണം കോൺഗ്രസ് അന്ന് ചെയ്തിരുന്നത് സ്ഥിരമായിട്ട് ബ്രിട്ടീഷ് നേതാക്കന്മാർക്ക് ഇത് പെറ്റീഷനുകൾ അയക്കുക, പ്രമേയങ്ങൾ നിവേദനം കൊടുക്കുക, പ്രമേയം പാസ്സാക്കുക എന്നുള്ളത്. ചിലർ പറയും വക്കീലന്മാരുടെ ഞായറാഴ്ച ക്ലബ്ബ് എന്ന് പറയും, ഡ്രോയിങ് റൂം കൾച്ചർ എന്ന് പറയുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഈ തിലകനും ഈ ലാൽ ബാൽ പാൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന തീവ്രവാദികൾ എന്ന് ഒക്കെ നമ്മൾ വിളിക്കുന്നത്. ഇന്നത്തെ അർത്ഥത്തിലുള്ള തീവ്രവാദികളല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുപയോഗിക്കാത്തത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ദിവസം വളരെ നിരാശനായ ഗോപാലകൃഷ്ണ ഗോഖലെ ഒരു ദിവസം റാണഡെയോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന റാണഡെയോട് ചോദിച്ചത്, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വളരെ വിശദമായിട്ട് നിവേദനങ്ങൾ അയച്ചിട്ടും പ്രമേയങ്ങൾ അയച്ചിട്ടും ഒക്കെ ഒരു തരത്തിലുള്ള ഉത്തരവും ഈ ബ്രിട്ടീഷ് ഭരണാധികാരിയിൽ നിന്ന് കിട്ടാത്തപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നിരാശ തോന്നും. അപ്പോൾ റാണഡെ പറഞ്ഞതിന് ഉത്തരം, നിങ്ങൾ ഈ പ്രമേയം പാസ്സാക്കുന്നതിലൂടെയും നിവേദനങ്ങൾ അയക്കുന്നതിലൂടെയും നിങ്ങൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ജനതയോടാണ്. നിങ്ങൾ ഈ പ്രമേയങ്ങളും നിവേദനങ്ങളും എല്ലാം ഇവിടുത്തെ എല്ലാ പത്രങ്ങളിലും പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഒരു ദേശീയ തലത്തിൽ ഇന്ത്യൻ ദേശീയത രൂപപ്പെടുന്നതിനുള്ള ആദ്യത്തെ ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു പാൻ ഇന്ത്യൻ ദേശീയതയുടെ പൂമുട്ടുകൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ആ പൂമുട്ടുകൾ അത് വിടർന്ന് ഒരു വലിയ വസന്തമാകാൻ നമ്മൾ കാത്തു നിൽക്കണം. ആ കാത്തു നിൽക്കാനുള്ള ഒരു കാലയളവാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ബ്രിട്ടീഷ് അധികാരികളോട് മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മൾ അതുവഴി സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഈ രാജ്യത്തെ മഹാജനങ്ങളോടാണ് എന്ന്. ആ മറുപടി കേട്ടതോടുകൂടി ജീവിതകാലം മുഴുവൻ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദിയായിട്ട് തുടർന്നു. പിന്നീട് ഈ ഞാൻ പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആ ഒരു നിർണായകമായ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത്, ഒരു മൊമെന്റ് ഉണ്ടാകുന്നത്, ഒരു ഘട്ടം വരുന്നത് മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടിയാണ്. മഹാത്മാഗാന്ധി 1916 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ, ഇന്ത്യയിലെ ആദ്യത്തെ മഹാത്മാഗാന്ധിയുടെ പൊതുപ്രസംഗം അതായിരുന്നു. ആ പ്രസംഗത്തിൽ വെച്ചാണ് ഗാന്ധിജി പറഞ്ഞത്, സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാർക്കെതിരായുള്ള സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറയുന്നത് നമ്മൾ ഈ വൈകുന്നേരങ്ങളിൽ ഇരുന്നോ ഞായറാഴ്ചകളിൽ ഇരുന്നോ കുറേ വക്കീലന്മാർ ചേർന്നിട്ട് തീരുമാനിക്കേണ്ട ഒന്നല്ല. അത് ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറേണ്ടതുണ്ട് എന്ന്. അതിനുശേഷമാണ് ഈ ഒരു ഗാന്ധി സ്വാതന്ത്ര്യ സമര നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ തന്നെ മാറ്റങ്ങളുണ്ടായി. അദ്ദേഹം എല്ലാവരെയും മെമ്പർമാരാക്കാൻ തുടങ്ങി. 4 മെമ്പർഷിപ്പ് തുടങ്ങിയതോടുകൂടി ഏത് ഒരാൾക്കും 4 കൊടുക്കുന്ന ഏതൊരാൾക്കും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാമെന്ന് വന്നതോടുകൂടിയാണ് അതൊരു മഹാപ്രസ്ഥാനമായത്. പിന്നെ ഞാൻ അതിലെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്കും അതിൻ്റെ ജനകീയ വഴികളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ടാഗോർ ഇന്ത്യ എന്ന ആശയത്തെ നിർവചിച്ചത് ഈ ജാതി മത വർഗ ഭാഷാഭേദങ്ങളെയെല്ലാം അതിലംഘിച്ച് നിൽക്കുന്ന ഒരു ആശയം, ആ ഒരു മാനവികതയിലും സഹജീവനത്തിലും ബഹുസ്വരതയിലും അധിഷ്ഠിതമായ ഒരു ആശയം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതാണ് ആ ആശയം. ആ ആശയമാണ് ഇന്ത്യയുടെ അടിസ്ഥാനമെന്നും ആ ആശയം വിജയിക്കുമ്പോൾ മാത്രമാണ് ഇന്ത്യ വിജയിക്കുന്നതെന്നും ആണ് ടാഗോർ പറഞ്ഞത്. അപ്പോൾ ടാഗോർ വളരെ അബ്സ്ട്രാക്റ്റായിട്ട് പറഞ്ഞ ഒരു ആശയത്തെ അതിൻ്റെ ഒരു കോൺക്രീറ്റ് തലത്തിലേക്ക് കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു മഹാത്മാഗാന്ധി മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് വേറൊരു തരത്തിൽ വളരെ മനോഹരമായിട്ട് നെഹ്റു
അതിനെ ഇന്ത്യയെ കണ്ടെത്തലിൽ പറഞ്ഞിട്ടുമുണ്ട്. നെഹ്റു പറഞ്ഞത് അതൊരു പുനർലിഖിതം, ഒരു ആൻഷ്യൻറ്റ് പാലൻസെറ്റ് എന്നാണ്. പുനർലിഖിതം എന്ന് പറയുമ്പോൾ ഒരു താളിയോലയിൽ നമ്മൾ ആദ്യം എഴുതിക്കൊണ്ടിരിക്കുക, ആദ്യം എഴുതിയത് അതിന് മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ആദ്യം എഴുതിയതൊന്നും തന്നെ മായുന്നില്ല. അപ്പോൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഓരോന്നും. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ, ഒരിക്കലും ഒന്നും മായുന്നില്ല. അങ്ങനെ മായാതെ നിൽക്കുന്ന ഒരുപാട് താളിയോലകൾ കലർന്ന ഒന്നാണ് ഇന്ത്യ എന്ന ആശയം എന്നാണ് നെഹ്റു പറഞ്ഞത്. നെഹ്റു അതുപോലെ തന്നെ ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് ഏതെങ്കിലും ഒരു ഈ ജാതിയും മതവുമായിട്ട് ബന്ധപ്പെട്ട ശ്രേണിയിലുള്ള മനുഷ്യരായിട്ടല്ല കണ്ടത്. ഇന്ത്യൻ പൗരനാണ്, പൗരത്വത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. പൗരനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ കോൺട്രാക്റ്റാണ് ഭരണഘടനയെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പൗരനും സ്റ്റേറ്റും തമ്മിലാണ് ഇടപാട്. അതിനകത്ത് മതമോ സമുദായമോ വംശമോ വർഗമോ ജാതിയോ ഒന്നും തന്നെ കടന്നു വരുന്നില്ല. വളരെ മനോഹരമായിട്ട് അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യ എന്ന ആശയം ഇങ്ങനെ കാലങ്ങളിലൂടെ വികസിച്ച് വന്നത് എന്ന് അദ്ദേഹം ഒരു സംസ്കൃതിയും നെഹ്റു തള്ളിക്കളഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ സംഘപരിവാർ ആരോപിക്കുന്നത് അദ്ദേഹം ഇന്ത്യൻ സംസ്കൃതിയെ തള്ളിക്കളഞ്ഞു എന്നാണ്. അല്ല, അദ്ദേഹം ഉപനിഷത്തിലെ വേദപാരമ്പര്യങ്ങളിലെ എല്ലാം തന്നെ എടുത്തു പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ സൂഫിസത്തിൻ്റെ ആയാലും ക്രിസ്ത്യാനിറ്റിയുടെ ആയാലും പാർസികളുടെ ആയാലും അഫ്ഗാനായാലും മുഗളന്മാരുടെ ആയാലും സുൽത്താനേറ്റിൻ്റെ ആയാലും ഇവരെല്ലാവരും തന്നെ ഇന്ത്യ ഭരിച്ചവരും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുമായിട്ട് സ്വാഭാവികമായിട്ടും ഇടപഴകുമ്പോഴുണ്ടാകുന്ന സാംസ്കാരിക കൊടുക്കൽ വാങ്ങലുകൾ എല്ലാം തന്നെ ഇന്ത്യ എന്ന ആശയത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ബഹുസ്വരമായ, കാരണം ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുന്നത് തന്നെ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളുടെ സഹജീവനത്തിലാണ്. അതാണ് ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം. ഈ ഒരു ആശയത്തെ മുൻനിർത്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ബാക്കി എല്ലാവരെയും, അത് എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദു മുസ്ലിം വർഗീയ സംഘടനകൾ ഒഴിച്ച് ബാക്കി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പിരിവുകളും എല്ലാ ധാരകളും തന്നെ ഈ ഒരു ആശയത്തെ പിന്തുടർന്നിരുന്നു. അത് പിന്തുടരാതിരുന്നത് മുസ്ലിം വർഗീയവാദികൾ, പാകിസ്ഥാൻ ആവശ്യപ്പെട്ട മുസ്ലിം വർഗീയവാദികളും ഹിന്ദു വർഗീയവാദികളും മാത്രമാണ്. ബാക്കി എല്ലാവരും തന്നെ, എല്ലാ ധാരയിലുള്ളവരും തന്നെ ഇന്ത്യ എന്ന ആശയത്തെ പിൻപറ്റി അതിൻ്റെ ഒരു നട്ടെല്ലായിട്ട് നിലകൊണ്ടത് ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിരുന്നു. പിന്നീട് അത് സമരങ്ങളിലൂടെ തുടർന്നു. അതിനുശേഷവും ഇന്ത്യ ഒരു ദേശരാഷ്ട്രമായപ്പോൾ വാസ്തവത്തിൽ വളരെ ഒരു എളുപ്പവഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ നെഹ്റുവിനും ഗാന്ധിയും ഒക്കെ വേണമെങ്കിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു സ്വന്തമായിട്ട് രാഷ്ട്രം വേണമെന്ന് പറഞ്ഞവർ വേറെ പോയി. അപ്പോൾ ഇവിടെ ഭൂരിപക്ഷമായിട്ടിരിക്കുന്നത് ഹിന്ദുക്കളാണ്. അപ്പോൾ ഒരു ഭരണാധികാരി എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ മാർഗം ഇന്ത്യയെ ഒരു ഹിന്ദു പാകിസ്ഥാനായി മാറ്റുക എന്നുള്ളതായിരുന്നു. കാരണം ഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. 80% ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്ത് അന്നത്തെ കാലത്ത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കിയിട്ട് മാറ്റണമെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. കാരണം മുസ്ലിങ്ങൾ വേറെ രാഷ്ട്രം മേടിച്ചു പോയി, അല്ലേ? പക്ഷെ അന്ന് അങ്ങനെയല്ല. ഏത് ആശയത്തിലൂടെയാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്, ഏത് ആശയത്തെയാണ് നമ്മൾ പിൻപറ്റിയത്, അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിലനിർത്തുന്നത് എന്താണ്, അത് തന്നെയായിരിക്കണം ഒരു പുതിയ സ്വതന്ത്ര രാജ്യത്തിൻ്റെ ആശയമെന്നും അവർ തീരുമാനിച്ചിരുന്നു. അത് അപ്പോഴല്ല നെഹ്റു തീരുമാനിക്കുന്നത്, ഗാന്ധി തീരുമാനിക്കുന്നത്. എപ്പോഴാണ് അത് ലാഹോർ സമ്മേളനത്തിലും കറാച്ചി സമ്മേളനത്തിലും നെഹ്റു റിപ്പോർട്ടിലും ഒക്കെ കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരാശയമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശയത്തിൻ്റെ അടിത്തറയിലാണ് ഇന്ത്യ എന്ന ഒരു റിപ്പബ്ലിക്ക് ഉണ്ടായത്. അപ്പോൾ അത് തുടർന്നു കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചതും. അതിനായിട്ട് അതൊരു നെഹ്റു ഒറ്റയ്ക്ക് ശ്രമിച്ചതല്ല, പട്ടേൽ ഒറ്റയ്ക്കായിരുന്നില്ല. അത് ഒരുപാട് പേരുടെ ഒരു സമന്വയം, ഒരു അഭിപ്രായ സമന്വയവും പ്രവർത്തികളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചതും. അതാണ് ഇന്ത്യ എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ദേശരാഷ്ട്രത്തെ എങ്ങനെയാണ് അന്നത്തെ ഒരുപാട് മനുഷ്യർ കെട്ടിപ്പടുത്തത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഈ 2014 ഉണ്ടായോ എന്നല്ല, അത് ഒരുപാട് മനുഷ്യരുടെ ചോരയും വേർപ്പും ഒക്കെ ഉണ്ട് അതിനകത്ത്, ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മളിന്ന് ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളിലും ഇന്ന് ജനാധിപത്യം പേരിന് പോലും അവശേഷിക്കുന്നില്ല, എവിടെയുമില്ല. എന്നിട്ടും ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഈ പറയപ്പെടുന്ന ഈ ഒരു ആശയത്തിൻ്റെ ശക്തിയും അതിൻ്റെ വ്യക്തതയുമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനത് പറയുമ്പോൾ വളരെ കൃത്യമായൊരു പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന ഒരു ലോക സാഹചര്യത്തിൽ ആരുടെയോ പെട്ടെന്നുണ്ടായ ഒരു ഔദാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതാണ്. പെട്ടെന്നുണ്ടായ ചില സമ്മർദ്ദങ്ങൾ ഇനി തുടർന്നു പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതാണെന്നൊക്കെയുള്ള പുതിയ ചരിത്ര രചനകൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടക്കം മുതൽ പറഞ്ഞു വരുന്നത് നന്നായി എന്നാണ് ഞാൻ കരുതുന്നത്.
ഇന്ത്യ എന്ന ആശയത്തെ ജനകീയവൽക്കരിച്ചത് ഗാന്ധിയാണെന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നത്. കാരണം ഇപ്പം യഥാർത്ഥത്തിൽ ചമ്പാരനിൽ നീലം കർഷകരുടെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദമാക്കി മാറ്റിയത് ഗാന്ധിയാണ്. ഖേഡയിലെ തൊഴിലാളികളുടെ ശബ്ദം ഇന്ത്യയുടെ ശബ്ദമാക്കി മാറ്റിയത് ഗാന്ധിയാണ്. അങ്ങനെ തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് പഞ്ചാബിലെ അകാലികൾ വരുന്നതും ഭക്ഷണശാല ആരംഭിക്കുന്നതും ടി.കെ. മാധവന് AICCയുടെ സമ്മേളനത്തിൽ ആയുധത്തിനെതിരായി പ്രമേയം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതും. അപ്പോൾ ഇങ്ങനെ ഈ ഇന്ത്യ എന്ന ആശയത്തെ അങ്ങനെ ഗാന്ധി അതിനെ ജനകീയവൽക്കരിച്ച് മുന്നോട്ട് പോകുമ്പോൾ താങ്കൾ സുധാമേനോൻ പറഞ്ഞു, ഒരു ഇസ്ലാമിക രാഷ്ട്രം അപ്പുറത്തുണ്ടായപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം അവശേഷിക്കുന്ന സ്ഥലം ഒരു ഹിന്ദു രാഷ്ട്രമാകട്ടെ എന്ന ആവശ്യങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഒരിക്കലും ഇന്ത്യക്ക് അങ്ങനെ ആകാൻ കഴിയുമായിരുന്നില്ല. കാരണം ഈ സ്വാതന്ത്ര്യ സമരം തന്നെ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. അപ്പോൾ നെഹ്റു തന്നെ AICC സെഷനിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അതുപോലെ മാത്രമല്ല 30കളിൽ തന്നെ 40കൾ മുമ്പ് തന്നെ 30കളിൽ തന്നെ ഇന്ത്യ ഒരു ഭരണഘടന ഭാവിയിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ തോതിലുള്ള നമ്മളെ കളിയാക്കൽ മനോഭാവം ഉണ്ടായിരുന്നവരാണ്. അവർക്ക് സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ ഭാവിയിൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന ഭരണഘടനയിൽ ഈ രാജ്യം ഈ സ്റ്റേറ്റ് ഒരു ഫെഡറൽ സ്വഭാവത്തിലുള്ളതാകുമെന്നും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാത്തിനും റെക്കോർഡുള്ളതാണ്, രേഖകളുള്ളതാണ്, റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഉള്ളതാണ് ചരിത്രത്തിൽ. അപ്പോൾ ഇതൊരു ഫെഡറൽ സ്റ്റേറ്റ് ആയിരിക്കുമെന്നും ഇതൊരു സെക്യുലർ സ്റ്റേറ്റ് ആയിരിക്കുമെന്നും എന്നെല്ലാം തന്നെ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിൻ്റെ ദേശീയ സമരത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിങ്ങനെ പടിപടിയായി വന്നു 37 തെരഞ്ഞെടുപ്പുകൾ വന്നു. ആ തെരഞ്ഞെടുപ്പുകളുടെ പരിമിതമായ അവകാശങ്ങളോട് കൂടിയിട്ടുള്ള പ്രവിശ്യ ഗവൺമെൻറ്റുകളുണ്ടായി. ഈ ചരിത്രത്തിൽ നിന്ന് കാണാതെയാണ് 2ാം ലോക മഹായുദ്ധത്തിൽ വന്നു, അവിടെ ലേബർ പാർട്ടി ജയിച്ചു. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കളയാമെന്ന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇതിനെ പരിമിതപ്പെടുത്തുന്ന ചരിത്ര ആഖ്യാനങ്ങൾ ഒരുപാടുണ്ടായി വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന അവസ്ഥയിലേക്ക് വരുന്നത്. 47 കഴിഞ്ഞു, ഇപ്പം 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നതിലേക്ക് വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇങ്ങനെ മാത്രമേ ഇന്ത്യക്ക് ഉണ്ടാകാൻ കാരണം എന്താണ്, ഈ ബഹുസ്വരതയെ ഇല്ലാതെയാക്കിയാൽ പിന്നെ ഉണ്ടാകില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ആശയത്തിന് നേരെ പല ഘട്ടങ്ങളിൽ വെല്ലുവിളി ഉണ്ടായിട്ടുണ്ട്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് പാഞ്ഞ വെടിയുണ്ട ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെടിയുണ്ടയുടെ ലക്ഷ്യം ആ വൃദ്ധനെ കൊല്ലുക എന്നുള്ളതായിരുന്നില്ല, ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പക്ഷേ ആ വെടിയുണ്ടയും കടന്ന് ആ ഇന്ത്യ എന്ന ആശയം മുന്നോട്ട് പോയി. ഇപ്പോൾ പോലും ബഹുസ്വരതയെ ഇല്ലാതാക്കുക എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളും ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രനിർമ്മിതി ഉണ്ടായതാണ്. ഒരു സംസ്കാരം പിന്തുടരുന്നവരുടെ കൂട്ടം ചേർന്നൊരു രാഷ്ട്രമുണ്ടായതാണ്. ഇത് അങ്ങനെയല്ലല്ലോ. ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു രാജ്യമല്ല, ഒരു ആചാരം പിന്തുടരുന്നവരുടെ ഒരു രാജ്യമല്ല. ഈ വൈവിധ്യങ്ങളെല്ലാം ചേർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടേക്കാണ് വീണ്ടും ഇന്ത്യ എന്ന ആശയത്തെ ആക്രമിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു ഭാഷയ്ക്ക് പ്രാധാന്യം ഉണ്ടാകണം, അത് ഹിന്ദി ആകണം. ഇവിടെ എല്ലാവരും ഒരേപോലെയുള്ള ആചാരങ്ങൾ പിന്തുടരണം. ക്രിസ്തുമസ് ആഘോഷിക്കാൻ പാടില്ല, കരോളുകാരെ ആക്രമിക്കുന്നു, പള്ളി ആക്രമിക്കുന്നു, ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ വൈവിധ്യങ്ങളൊന്നും ആഘോഷിക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് ഹിന്ദിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ആചാരം, ഒരു തിരഞ്ഞെടുപ്പ്, ഒരു പാർട്ടി എന്ന നിലയിലേക്ക് വരുമ്പോൾ അത് ആത്യന്തികമായി ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ നേരിട്ട് തന്നെ? വിഷ്ണു പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഈ നമ്മുടെ ദേശീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ വളരെ വളരെ ബാലിശമായ
ആരോപണങ്ങൾ വരെ അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളായിട്ട് പറയേണ്ടി വരും. നമ്മുടെ ഭരണഘടന ഭാരതീയമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതീയമല്ല, ഇതൊക്കെ പറയുന്നുണ്ട് അവർ. ഇപ്പോൾ ഇപ്പം ഞാൻ വിഷ്ണു സൂചിപ്പിച്ച ഒരു കാര്യം, ഇപ്പോൾ മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ വധത്തോട് കൂടിയിട്ട് ഈ രാഷ്ട്രം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് തടയാൻ കഴിയുന്നതായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അവർ ആ സമയത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വന്ന ഓർഗനൈസറിൽ ഉണ്ടായിരുന്നു ഇത്. അതായത് മഹാത്മാഗാന്ധിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ഒരു രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു മഹത്തായ അവസരമാണ് മഹാത്മാഗാന്ധി നഷ്ടപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഗാന്ധി വധത്തോടു കൂടി അതില്ലാതാവെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ONV കവിതയിലെ ആ ഒരു 9 പേരുടെ ഒരു കോട്ട കെട്ടുന്ന ഒരു കവിതയുണ്ടല്ലോ. അപ്പോൾ അതിൽ അന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്ന പെങ്ങളെ ഒരു ഭാര്യ അല്ലേ, ഒരാളുടെ ഭാര്യ അന്ന് ആരാണോ അന്ന് ഉച്ചയ്ക്ക് കോട്ട എന്ത് ചെയ്തിട്ട് ഉറക്കുന്നില്ല. ഒരു വലിയ കോട്ട കെട്ടുകയാണ് രാജാവിന് വേണ്ടിയിട്ട്. അപ്പോൾ കോട്ട എന്ത് ചെയ്തിട്ട് ഉറക്കുന്നില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു അത് ആരുടെയെങ്കിലും ഒരു മനുഷ്യൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കോട്ട അടയ്ക്കാൻ പറ്റുള്ളൂ, കോട്ടയുടെ സിമൻറ്റ് കെട്ടിടം ഉറക്കുകയുള്ളൂ, ഭിത്തി ഉറക്കുകയുള്ളൂ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരുന്നത് ആരുടെ ഭാര്യയാണോ അവരെ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് ചുമര് തീർക്കാമെന്ന് തീരുമാനിച്ചു. അന്ന് ഏറ്റവും ഇളയ ആളുടെ ഭാര്യയായിരുന്നു വന്നത്. അപ്പോൾ അവരെ ചേർത്ത് വെച്ചിട്ട് ഈ കോട്ട ഉറച്ചു എന്നാണ് ONVയുടെ കവിത. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അന്ന് ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആ ഉറക്കാത്ത കോട്ടയുണ്ടല്ലോ, ആ വലിയ പെരുങ്കോട്ട, അത് ഉറക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയായി വന്നു. അത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം കൂടി ചേർന്നതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതല്ല. എന്നിട്ട് ഇപ്പം എന്താണ് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ, ഇതേ മഹാത്മാഗാന്ധിയെ ഏത് രീതിയിലും ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ നമ്മൾ കണ്ടു. 2 വർഷം മുമ്പ് വൽസാഡിൽ ഗാന്ധി ജനിച്ച സ്റ്റേറ്റാണ്. അവിടെ വൽസാഡിലെ ഒരു സ്കൂൾ കുട്ടികൾക്ക് നടന്ന പ്രസംഗ മത്സരത്തിൽ നാഥുറാം ഗോഡ്സെ എൻ്റെ ഹീറോ എന്നുള്ള വിഷയമാണ് പ്രസംഗ മത്സരത്തിൽ കൊടുത്തത്. ആ വിഷയം എടുത്ത് സംസാരിച്ച കുട്ടിക്ക് 1ാം സ്ഥാനം കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ടല്ല. ഇപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് ഞാൻ വായിച്ച ഒരു പോസ്റ്റാണ് ക്ലെമൻ്റ് ആറ്റ്ലി പറഞ്ഞതായിട്ട്. ക്ലെമൻ്റ് ആറ്റ്ലി 1956 വെസ്റ്റ് ബംഗാളിൽ വന്നപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഗവർണറായിരുന്ന ഫണിഭൂഷൺ ബാനർജിയോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ക്ലെമൻ്റ് ആറ്റ്ലി പറഞ്ഞതായിട്ടാണ് പറയുന്നത്, ഗാന്ധിജിയുടെ സ്വാധീനം മിനിമൽ ആണെന്ന്. പക്ഷെ അത് മാത്രമല്ല, INA ട്രയൽസിൻ്റെയും INA ഭടന്മാരുടെ ട്രയൽ ഉണ്ടായിരുന്നല്ലോ, വിചാരണ, അതിൻ്റെ ഭാഗമായിട്ടും അതിന് ശേഷം ഇന്ത്യയിൽ നടന്ന നാവിക കലാപത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നിട്ട് വിഷ്ണു അതിൻ്റെ വശങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാസ്തവം നമ്മളിപ്പോൾ വേണമെങ്കിലൊന്ന് പരിശോധിച്ചാലുണ്ടല്ലോ, ഇതിൽ ഈ സംഘപരിവാർ എപ്പോഴും പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത് പൂർണ്ണമായിട്ട് നുണയായിരിക്കില്ലേ. അവർ പറയുന്നത് ഭാഗികമായിട്ട് സത്യമായിരിക്കും. ഈ അർദ്ധസത്യങ്ങളെയാണ് അവരെപ്പോഴും അവതരിപ്പിക്കുക. ഒരു ഉദാഹരണം പറയാം. 1900 ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1963 റിപ്പബ്ലിക് ദിനത്തിൽ RSSകാർ പങ്കെടുത്തു. ജവഹർലാൽ നെഹ്റു ക്ഷണിച്ചിട്ട് RSSകാർ പങ്കെടുത്തു. RSS പങ്കെടുക്കാനുള്ള കാരണം, ഇന്ത്യ ചൈന യുദ്ധത്തിൽ RSSൻ്റെ പ്രവർത്തനത്തിൽ RSS മാത്രമാണ് പട്ടാളക്കാരെ സഹായിക്കാൻ അതിർത്തിയിലേക്ക് പോയത്. അതിൽ സന്തോഷവാനായ നെഹ്റു നേരിട്ട് RSSകാരെ നേരിട്ട് ക്ഷണിച്ച് 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ RSS പങ്കെടുത്തു. ഇതാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന നറേറ്റീവ്. അപ്പോൾ അങ്ങനെ പങ്കെടുത്തിട്ടില്ല എന്ന് നമ്മൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ കാണിക്കും. 1963 നടന്ന പരേഡിൽ RSSകാർ യൂണിഫോം അണിഞ്ഞ് മാർച്ച് ചെയ്യുന്ന ഫോട്ടോ കാണിക്കും. അപ്പോൾ നമ്മൾ വിഡ്ഢികളായി അല്ലേ. പക്ഷെ സംഭവിച്ചത് എന്താണ്? 1963 റിപ്പബ്ലിക് ഡേ പരേഡിൽ RSSകാർ പങ്കെടുത്തിരുന്നു, അത് സത്യമാണ്. എന്നാൽ നെഹ്റു ക്ഷണിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയുന്നത് വളരെ ട്രിക്കി ആയിട്ടാണ് അവർ ജനങ്ങളുടെ മുന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേതാണ് സത്യം ഏതാണ് നുണ എന്ന് നമുക്ക് വ്യവച്ഛേദിച്ചറിയണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അതായത് 1962 ഡിസംബർ 10 ഇതിനെക്കുറിച്ചുള്ള രേഖകൾ കാണിക്കുന്നതാണ്. 1962 ഡിസംബർ 10 ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന YV ചവാന് കത്തെഴുതുകയാണ്. അതായത് ഇക്കൊല്ലം ആർമി പറയുന്നത്, ഇക്കൊല്ലം അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയവും പറഞ്ഞത്, ഈ വർഷം യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ട് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡ് വേണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത്തവണ റിപ്പബ്ലിക് ഡേ പരേഡ് നമുക്കൊരു എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ജനകീയ പരേഡാക്കി മാറ്റാം.
എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന് നെഹ്റു അയച്ചത്. അതിന് വിളിക്കേണ്ട സംഘടനകളെ നെഹ്റു എടുത്തു പറയുന്നത് NCC, ഭാരത് സ്കൗട്ട്സ്, ഭാരത് സേവക് സമാജ്, BSS, ഈ 3 സംഘടനകളെയും ട്രേഡ് യൂണിയൻസിനെയും വിളിക്കാം, എല്ലാ തൊഴിലാളി സംഘടനകളെയും. ബാക്കി ഡൽഹിക്ക് പുറത്തു നിന്ന് ആരും വരണ്ട, കാരണം അതിൻ്റെ ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് ചിലവ് വരും. അതുകൊണ്ട് ഡൽഹിയിലുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും തന്നെ പങ്കെടുക്കാം, MP-മാർക്ക് പങ്കെടുക്കാം. അതുകൊണ്ട് തന്നെ MP-മാർ പങ്കെടുക്കുന്നുണ്ട്. നെഹ്റു വളരെ തമാശയായിട്ട് പറഞ്ഞു, MP-മാർക്കൊന്നും ഈ മാർച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, അവരുടെ ശരീരപ്രകൃതിയും ആരോഗ്യമൊക്കെ പരിഗണിച്ചിട്ട് വളരെ ബോറായിരിക്കും MP-മാരൊക്കെ മാർച്ച് ചെയ്ത് നടക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും മാർച്ച് ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാവരും ഒരു ബഹളം വെക്കാതെ എല്ലാവരും ഒരു ലൈനിൽ അങ്ങ് നടന്നാൽ മതി. എന്നിട്ട് അന്നത്തെ ഡൽഹി മേയറായിരുന്ന നൂറുദ്ദീൻ അഹമ്മദിനോട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഡൽഹി പൗരാവലിക്ക് ആർക്കും പങ്കെടുക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ, അതിനകത്ത് നെഹ്റു എടുത്തു പറഞ്ഞ സംഘടനകളാണ് ഞാൻ പറഞ്ഞത്, അതിൽ RSS ഇല്ല. അതേ ദിവസം തന്നെ അന്ന് വൈകുന്നേരം കോൺഗ്രസ് പാർലമെൻ്ററി ബോർഡിലും പാർലമെൻ്ററി പാർട്ടി കമ്മിറ്റിയിലും നെഹ്റു ഇത് പറയുന്നുണ്ട്, അതിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലും പറയുന്നത് NCC, ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ഭാരത് സേവക് സമാജ്, എല്ലാ ട്രേഡ് യൂണിയനുകളും ബാക്കി പൗരന്മാരും വന്ന്, അവിടെയും RSSൻ്റെ പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ ഇത് 1963 റിപ്പബ്ലിക് ഡേക്ക് 2 ദിവസം മുമ്പ് ചില കോൺഗ്രസ് പ്രവർത്തകർ നെഹ്റുവിനെ വിളിച്ചു പറഞ്ഞു. നെഹ്റു അത് പറയുന്നുണ്ട് വീണ്ടും അതായത് ജനുവരി 26 കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നടക്കുന്ന പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നെഹ്റു പറയുന്നുണ്ട്, എന്നെ ഡൽഹിയിൽ നിന്നും ഫരീദാബാദിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു, RSSകാർ പങ്കെടുക്കുന്നുണ്ട് പരിപാടിയിൽ, അവർക്ക് യൂണിഫോം ഉണ്ട്, ഞങ്ങൾക്ക് യൂണിഫോം ഒന്നുമില്ല, പെട്ടെന്ന് യൂണിഫോം സംഘടിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഖാദി തൊപ്പിയും ഇത് അണിഞ്ഞിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ, അവരെ നാസിക്കെന്നും ഫരീദാബാദിൽ നിന്നും UP-യിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നുമൊക്കെ വ്യാപകമായിട്ട് യൂണിഫോം സംഘടിപ്പിച്ചിട്ട് വരാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നെഹ്റു പറഞ്ഞു, നോക്കൂ, എനിക്കത് തടയാൻ പറ്റില്ല, ഇത് പൗരന്മാർക്കുള്ളതാണ്, ഏത് പൗരന്മാർക്കും പങ്കെടുക്കാമെന്ന് വെച്ചാൽ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാം, RSS പങ്കെടുക്കരുത് എന്ന് എനിക്കിപ്പം പറയാൻ പറ്റില്ല, അതിൽ RSS ആയിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് അവർ പങ്കെടുക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം, എനിക്ക് തടയാൻ പറ്റില്ല എന്ന് നെഹ്റു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക്ഷെ എങ്ങനെയാണ് RSSൻ്റെ ഇൻവിറ്റേഷൻ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്, RSSൻ്റെ പേരിലല്ല അവരൊന്നും നടന്നത്. BMS എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ BMSനെ വിളിച്ചു. BMSൻ്റെ ഭാഗമായിട്ടാണ് RSS വന്നതും അവർ ആ പരേഡിൽ നടന്നതും. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ട് പിറ്റേത് വിമർശനങ്ങൾ ഉണ്ടായപ്പോഴും നെഹ്റു പറഞ്ഞത്, ഇന്ത്യൻ പൗരൻ ആര് വന്നിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിൽ ഇത് പൗരന്മാർക്കുള്ള പരിപാടിയിൽ നടക്കുന്നത് എനിക്ക് തടയാൻ പറ്റില്ല എന്നാണ്. മറിച്ച് ആ സമയത്ത് RSSനോടുള്ള നെഹ്റുവിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പറയാനുള്ള കാരണം, അതേ സമയത്ത് ഗോൾവർക്കർ ബർമയിൽ നടക്കുന്ന ഒരു ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാസ്പോർട്ടിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. ആ അപേക്ഷ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിരസിച്ചു. കാരണം അദ്ദേഹം എന്തുകൊണ്ടാണ് മതത്തിനെ പറയുന്നു, നെഹ്റുവിനെ കുറ്റം പറയുന്നുള്ളതായിരുന്നില്ല പ്രശ്നം. അദ്ദേഹം സ്വാഭാവികമായിട്ടും വർഗീയ പരാമർശങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് അനുവദിക്കാൻ പറ്റില്ല എന്നാണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഫയലിൽ കുറിച്ചത്. അതും റെക്കോർഡിലുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നെഹ്റു RSSൻ്റെ യുദ്ധപ്രവർത്തനത്തിൽ സംപ്രീതനായിട്ട് നെഹ്റു ഒരിക്കലും അവരെ ക്ഷണിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ പറയപ്പെടുന്നത് എന്താണ്, നെഹ്റു ക്ഷണിച്ചിട്ട് പങ്കെടുത്തു എന്നും ഉള്ളതാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നുണകൾ സൃഷ്ടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ലെമൻ്റ് ആറ്റ്ലി പറഞ്ഞ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടും ഇപ്പോൾ അവസരം കിട്ടിയതുകൊണ്ടും ഞാൻ അതും കൂടെ പറയാമെന്ന് വിചാരിക്കുന്നു. ഇതിലുള്ള രസമുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഒരു വശത്ത് ഇവർ പറയും INA ട്രയൽ, സുഭാഷ് ചന്ദ്രബോസും നേതാജിയും INA ട്രയലും കാരണമാണ്, INA ട്രയൽ സുഭാഷ് ചന്ദ്രബോസ് അതിനുശേഷം നടന്ന നേവൽ മ്യൂട്ടിനി. ഇതിന് നമ്മൾക്ക് ആദ്യം INA ഓഫീസർമാരുടെ, ഷാനവാസ് ഖാനും സെഗാളും അടങ്ങിയ 3 INA ഓഫീസർമാരുടെ ട്രയലാണ് നടന്നതെന്ന്. ആ സമയത്ത് ആ ട്രയൽ ആരും അറിയാത്ത ഒരു ട്രയലായി മാറുന്നതിൽ നിന്നും ഇന്ത്യ ഒട്ടാകെ എങ്ങനെയാണ് അറിഞ്ഞത്? ആരാണ് ആ INA നേതാക്കന്മാരുടെ വിചാരണയ്ക്ക് എതിരായിട്ട് ജനരോഷം ഉയർത്തിയത്? ആരാണ് ഇന്ത്യ തോറും ക്യാമ്പയിൻ നടത്തിയത്? ഹിന്ദു മഹാസഭയാണോ? RSS ആണോ? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് INA ട്രയൽ എന്ന് പറയുന്ന സംഭവത്തെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിച്ചതോ വലിയ പ്രചരണമാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. രണ്ടാമത്തെ കാര്യം, ഈ INA ട്രയലിൽ ആരാണ് ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ പോയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് തെറ്റി ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കി ഇത് ഗാന്ധിജിയുമായിട്ട് വിയോജിച്ചുകൊണ്ട് അദ്ദേഹം
യുദ്ധം ചെയ്യാൻ പോയ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിട്ടും INA ഭടന്മാരുടെ വിചാരണ വന്നപ്പോൾ അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എത്രയോ കൊല്ലം മുമ്പ് വക്കീൽ പ്രാക്ടീസ് നിർത്തിയ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഒരാൾ, ഭൂലാഭായ് ദേശായി ആയിരുന്നു വേറൊരാൾ, വിതൽഭായ് പട്ടേലായിരുന്നു മറ്റൊരാൾ, തേജ് ബഹദൂർ സപ്രു ആയിരുന്നു അടുത്ത ആൾ. ഈ 4 പേരാണ് INA ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് ഈ ട്രയലിൽ ഹാജരായത്. ഇതൊരു വലിയ ജനകീയ വിഷയമാക്കി മാറ്റിയതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പോൾ ഇപ്പം ഇതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണെന്ന് ആലോചിച്ച് നോക്കൂ. ഹിന്ദു മഹാസഭയും RSSും ഒക്കെ അന്ന് ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു. അവർ ഒരിക്കലും INAയുടെയോ നേതാജിയുടെ കൂടെ ആയിരുന്നില്ല. അപ്പം ഇന്ന് വളരെ സമർത്ഥമായിട്ട് നേതാജിയുടെ പേര് അവർ ഉപയോഗിക്കുന്നത് മറ്റൊന്നുമല്ല, ഗാന്ധിജിയെയും നെഹ്റുവിനെയും കോൺഗ്രസിനെയും ചാറടിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി അത് പോട്ടെ, അടുത്തതായിട്ട് നേവൽ മ്യൂട്ടിനി കഴിഞ്ഞിട്ട് നേവൽ മ്യൂട്ടിനി എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? വല്ലഭായ് പട്ടേലാണ് അവരുമായിട്ട് സംഭാഷണത്തിന് പോകുന്ന വല്ലഭായ് പട്ടേലാണ്. കാരണം ആ സമയത്ത് സ്വാതന്ത്ര്യം ഏതാണ്ട് അടുത്തിരിക്കുന്ന സമയമായിരുന്നു. കാരണം അതിന് മുമ്പല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ട്രാൻസ്ഫർ ഓഫ് പവർ, അധികാര കൈമാറ്റം എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻ്റ് അല്ല, ഇറ്റ് വാസ് എ പ്രോസസ്. അതൊരു കുറേ നാളുമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ ഇൻസിഡൻറ്റ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രോസസ്സാണെന്നാണ്. ആ പ്രോസസ്സ് 1909 തൊട്ട് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ തൊട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ 1919 ആദ്യമായിട്ട് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളിലൂടെ ആദ്യമായിട്ട് ഇന്ത്യക്കാർക്ക് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള അവകാശം നൽകി. പിന്നെ 1900 അതിന് ശേഷമാണ് ഇന്ത്യക്കാരുടെ ഭാഗത്തുണ്ട് നെഹ്റു റിപ്പോർട്ട് വരുന്നത്. പിന്നെ 1930 വട്ടമേശ സമ്മേളനം നടന്നപ്പോഴും അതിൽ വ്യക്തമായിട്ട് മക്ഡൊണാൾഡ് പറയുന്നുണ്ട്, അധികം വൈകാതെ നിങ്ങൾക്ക് സ്വയം ഭരണത്തിനുള്ള അർഹത ഇന്ത്യക്കുണ്ട്, അത് തരുന്ന 30കളിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് 1935 ഇന്ത്യ ആക്ട് വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് അതിൽ നിന്നാണ്. ഇനി അടുത്ത കാര്യം, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പ്രോസസ്സാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് ആ ഒരു സമരത്തിൻ്റെ കൾമിനേഷൻ ആയതുകൊണ്ട് തന്നെ അടുത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്ന്, സ്വാതന്ത്ര്യം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. 1937 ഇലക്ഷന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവിശ്യകളിൽ, മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ പ്രവിശ്യകളിൽ പിന്നെ ഗവൺമെൻറ് രൂപീകരിച്ചിരുന്നില്ലേ? അപ്പോൾ അതിലൊക്കെ അധികാരം, സ്വയംഭരണം, സ്വാതന്ത്ര്യം അടുത്തെത്തുന്നു എന്നുള്ള ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ ട്രാൻസ്ഫർ ഓഫ് പവർ എന്ന് പറയുന്ന ഒരുപാട് വാല്യങ്ങളുള്ള ഡോക്യുമെൻറ്റ്സ് തുടങ്ങുന്നത് 1942 തൊട്ടാണ്, 47-ലല്ല. INA ട്രയൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അല്ല, നേവൽ മ്യൂട്ടിനി കഴിഞ്ഞിട്ട് 46-ൽ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഒന്നല്ല. മാത്രമല്ല ഇതേ ക്ലെമൻ്റ് ആറ്റ്ലി പറയുന്നുണ്ട്. ക്ലെമൻ്റ് ആറ്റ്ലിക്ക് മുമ്പേ അമേരി പറയുന്നുണ്ട്, അന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന അമേരി പറയുന്നുണ്ട്, 1945 അദ്ദേഹം നെഹ്റുവിന് അയച്ച കത്തിൽ പറയുന്നുണ്ട്, നമുക്ക് അമേരിക്കയിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ട്. അമേരിക്കയിൽ ഒരു സഖ്യകക്ഷികളാണല്ലോ, അപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അമേരിക്കയിൽ നിന്ന് ഭയങ്കര പ്രഷറുണ്ട്. കാരണം 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഫാസിസത്തിനും നാസിസത്തിനും സാമ്രാജ്യത്വത്തിനും എതിരുമായിട്ടുള്ള ഒരു യുദ്ധമായിട്ടാണ് ഇവർ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് കോളനികൾക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെയുണ്ട്. അതിന് അക്കൗണ്ടബിളാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ അടക്കമുള്ളവർ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ അക്കൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചിട്ടും ഇന്ത്യയിൽ അതിശക്തമായൊരു സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമ്പോൾ ഗാന്ധി അതിനകം ഒരു ആഗോള നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉത്തരം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് യുദ്ധം കഴിഞ്ഞ ഉടൻ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റാഫോർഡ് ക്രിപ്സിനെ അയച്ചത്, പിന്നെ ക്യാബിനറ്റ് മിഷൻ വരുന്നത്, അതിനുശേഷം 45-ൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, പിന്നെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് 1947 നേവൽ മ്യൂട്ടിനി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വലിയ ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ്, സമരം, മരിച്ച രക്തസാക്ഷികൾ, അറിയുന്നവർ, അറിയപ്പെടാത്തവർ, ഇവരുടെ എല്ലാം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ജയിലിൽ ജീവിതം ഹോമിച്ചവർ എത്ര പേര്? 9, 10, 11 വർഷം ജയിലിൽ കിടന്ന നെഹ്റു മാത്രമല്ല ഒരുപാട് അറിയപ്പെടാത്ത എത്ര മനുഷ്യരുണ്ട്. അപ്പോൾ മാതംഗിരി ഹസ്ര എന്ന് പറയുന്ന സ്ത്രീയെ ഒരാളും അറിയില്ലായിരുന്നു. ഞാനതിൻ്റെ 3-4 വർഷം മുമ്പാണ് അറിഞ്ഞത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് അവർ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. 3 വെടി, ആദ്യം കാലിൽ, കയ്യിലും നെഞ്ചിലും വരുന്നത് വരെ അവർ ദേശീയ പതാക ഇങ്ങനെ മുറുക്കി പിടിച്ചു എന്നുള്ളത്. ഈ മനുഷ്യരുടെ ഒക്കെ ഈ ചോരയെ നമ്മൾ പിന്നെ അതിനോട് അനീതി കാണിക്കുകയാണ് ഇത്തരം ഈ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ക്ലെമൻ്റ് ആറ്റ്ലി സ്വാതന്ത്ര്യം കൊടുത്തു എന്ന് പറയുന്നത്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ കുറേ കൂടി ചരിത്രത്തെ കുറേ കൂടി ഗൗരവത്തോടെ
കുറേ കൂടി വസ്തുനിഷ്ഠമായിട്ട് കാണണമെന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ അർദ്ധസത്യങ്ങളെ നമ്മൾ ഒരിക്കലും പിന്തുടരരുത്. എനിക്ക് പേടിയുള്ളത് എന്താണെന്ന് പറയുക, വിഷ്ണു ഇത്തരം നരേറ്റീവ്സിന് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു ഒരു പിന്നെ എന്താണ് ഇതാണ്, ഒരുപാട് ലൈക്കും ഷെയറും ഒക്കെ ഒരുപാട് പോകുന്നു. നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ശബ്ദം കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് വിഷ്ണുവിനോടൊരു കാര്യം പറയാനുള്ളതുണ്ട്. വിഷ്ണു ഉത്തരം പറയേണ്ടതാണ്. കാരണം ഒരുപാട് പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയാറുണ്ട്, വാസ്തവത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെയാണ് ഈ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചു, കോൺഗ്രസ്സിന് ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ് പ്രതിപക്ഷത്തെ ഏറ്റവും ശക്തമായ ഒരു ദേശീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ്സിന് ഈ പ്രൊഫഷണൽ കോൺഗ്രസ് ഉണ്ട്, ഡിജിറ്റൽ മീഡിയ സെല്ലുണ്ട്, ഒരുപാട് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ഒരുപാട് ഇതുണ്ട്, പിന്നെ സംഘടനകളുണ്ട്, പോഷക സംഘടനകളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ്, ഒരുപാട് ബുദ്ധിജീവികളുണ്ട്, എഴുത്തുകാരുണ്ട്, എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇങ്ങനെയുള്ള ഈ ഒരു നിരന്തരമായ പ്രചരണത്തെ, ഈ നമ്മുടെ ദേശീയ നേതാക്കൾക്കെതിരെ നടക്കുന്ന വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണത്തെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്തത് എന്ന ഒരു ചോദ്യം ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാനത് കോൺഗ്രസിൻ്റെ നേതാവായ വിഷ്ണുനാഥിനോട് തന്നെ ചോദിക്കുകയാണ്. വിഷ്ണു അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രതിരോധിക്കുക എന്നത് ഈ പ്രചരണങ്ങളെ ഇനി അവഗണിക്കുന്നത് അപകടം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ കാരണം ഇനി അങ്ങനെ അവഗണിച്ച് മാറിപ്പോകാൻ കഴിയില്ല. അപ്പം അത് വളരെ വൈകാരികമായി തന്നെ താങ്കളോട് പറഞ്ഞ കാര്യമാണ്. കാരണം ഈ ദേശീയ പ്രസ്ഥാനം, ഗാന്ധിയൊക്കെ നയിച്ച പ്രസ്ഥാനം മാത്രമല്ലാതെ ഒരുപാട് സ്വാതന്ത്ര്യ സമര ധാരകളുണ്ടായിരുന്നു. അതിലൊരു ധാരയാണ് സുഭാഷ് ചന്ദ്രബോസ്. വളരെ ബഹുമാനത്തോടുകൂടി നമ്മൾ കാണുന്ന ചരിത്രമാണ്. ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു ധാര ഉണ്ടായിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞ ഈ രക്തസാക്ഷിത്വങ്ങളെ എല്ലാം നമ്മൾ അപമാനിക്കുകയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി അങ്ങ് കൊടുത്തേക്കാം, പോയേക്കാം എന്ന് തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗത് സിംഗിൻ്റെ, ചന്ദ്രശേഖർ ആസാദിൻ്റെ ജ്ഞാതരും അജ്ഞാതരുമായ എത്രയോ തീരദേശാഭിമാനികൾ അവരുടെ എല്ലാം ത്യാഗത്തെ, സഹനത്തെ, ജീവത്യാഗത്തെ നമ്മൾ അപമാനിക്കുക കൂടി ചെയ്യുകയാണ്. ഞാൻ വേറെ ഒന്ന് കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വരുന്ന പല ചർച്ചകളിലൊന്നാണ്, ഈ ബ്രിട്ടീഷുകാരും മാന്യന്മാരായതുകൊണ്ടാണ് ഈ ഗാന്ധിജിയുടെ അഹിംസയൊക്കെ വിലപ്പോയത്. അവർ മാന്യന്മാരല്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും കൊണ്ട് ഒരു കാര്യമില്ലായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഏത് ബ്രിട്ടീഷുകാരാണ് മാന്യന്മാരായിരുന്നത്? ഈ മലപ്പുറത്ത് വാഗൺ ട്രാജഡി നടത്തിയ ബ്രിട്ടീഷുകാർ, ആ ചരിത്രം വായിക്കുന്നത് നമുക്ക് തോന്നുമോ ബ്രിട്ടീഷുകാർ മാന്യന്മാരായിരുന്നെന്ന്? ജാലിയൻ വാലാബാഗിൻ്റെ ചരിത്രം വായിക്കുന്നത് നമുക്ക് തോന്നുമോ ബ്രിട്ടീഷുകാർ മാന്യന്മാരായിരുന്നെന്ന്? ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ ചരിത്രം വായിക്കുന്ന നമുക്ക് തോന്നുമോ ബ്രിട്ടീഷുകാർ മാന്യന്മാരായിരുന്നെന്ന്? ഏത് ബ്രിട്ടീഷുകാരായിരുന്നു മാന്യന്മാരാണെന്ന് നിങ്ങൾ പറയുന്നത്? അവർ മാന്യന്മാരായിരുന്നില്ല. പക്ഷെ ഗാന്ധിജി ഒരു സായുധ സമരത്തിൻ്റെ മാർഗത്തെ സ്വീകരിച്ചുകൊണ്ട് അവരെ നേരിടാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കാകുന്ന അസ്ഥികൂടങ്ങളുടെ പുറത്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക ഉയരുന്നത്. അത് നിലനിൽക്കുകയും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അങ്ങനെ രക്തരൂക്ഷിതമായ വിമോചന സ്വാതന്ത്ര്യങ്ങളൊക്കെ പിന്നെ എത്ര കാലം ഉണ്ടായി നമുക്കറിയാവുന്ന കാര്യമാണ്. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മുടെ മാത്രമല്ലല്ലോ. അപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞത് ഈ പൂജാമുറിയിലിരുന്ന് ധ്യാനിച്ചിട്ട് പുറത്തു വന്ന് ആശീർവാദം കൊടുത്തിട്ട് ആളുകളോട് പോകാൻ പറയുന്ന ആളായിരുന്നില്ല. ജലത്തിൽ മത്സ്യം എന്നതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഗോഖലെ പറഞ്ഞു, ഒരു വർഷക്കാലം മിണ്ടരുത്, മാധ്യമങ്ങളെ കാണരുത്, സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിനിൽ യാത്ര ചെയ്യണം. നോക്കൂ, സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത്, വിമാനത്തിൽ ആളുകൾ സഞ്ചരിക്കാതിരുന്ന ഒരു കാലത്ത് ഗാന്ധിജി ചെല്ലാത്ത സ്ഥലമുണ്ടോ ഈ രാജ്യത്ത്? കേരളത്തിൽ ആദ്യമായി മഹാത്മാഗാന്ധി വന്നത് ഈ കോഴിക്കോടാണ്. മൗലാന ഷൗക്കത്ത് അലിയോടൊപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിൽ ആദ്യമായി ഗാന്ധിജി വന്നത്. അദ്ദേഹം പിന്നെ നിങ്ങളുടെ നാടായ പയ്യന്നൂർ വന്നു. അദ്ദേഹം പാലക്കാട്ട് ആശ്രമമുണ്ടല്ലോ, ശബരി ആശ്രമം, അവിടെ പോയി. ആലുവ UC കോളേജിൽ പോയി. വൈക്കത്ത് നമ്പ്യാതിരിമാരുടെ ഇല്ലത്ത് പോയി. വൈക്കത്ത് സമരത്തിന് അനുകൂലമായി സംസാരിക്കാൻ രാജ്ഞിയെ പോയി കണ്ടു. ശ്രീനാരായണ ഗുരുദേവനെ കണ്ടു. വെങ്ങാനൂരിൽ പോയി മഹാത്മാ അയ്യങ്കാളിയെ കണ്ടു. ഇത് കേരളത്തിൽ മാത്രമാണ്. ഇങ്ങനെ തമിഴ്നാട്ടിൽ, പഞ്ചാബിൽ, കർണാടകയിൽ ആ കാലത്ത് ഗാന്ധി സഞ്ചരിക്കാത്ത, ഗാന്ധി എത്താത്ത സ്ഥലം ഉണ്ടായിരുന്നു.
ഇപ്പം ഞാൻ വായിച്ചു, എൻ്റെ ജില്ലയായ കൊല്ലത്ത് പന്മന ആശ്രമത്തിൽ ഗാന്ധിജി വന്നത്, തലേ ദിവസം വന്ന് അവിടെ താമസിച്ചിട്ട് ഗാന്ധിജി സംസാരിക്കുന്നത് രാവിലെ 6 മണിക്കാണ്. 10,000 ആള് രാവിലെ 6 മണിക്ക് ഗാന്ധിജിയെ കേൾക്കാനുണ്ടായിരുന്നു. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വൈകുന്നേരം സമ്മേളനത്തിൽ നേതാക്കന്മാർക്ക് ആളെ കയറ്റണമെങ്കിൽ ഞാനടക്കം കുറ്റബോധത്തോടു കൂടിയും സ്വയം വിമർശനത്തിൽ പറയുകയാണ്, വണ്ടിയിൽ ആളെ അടിച്ചു കൊണ്ടുവരണം. അവിടെയാണ് തലേ ദിവസം വന്ന് കിടക്കാണ് ഈ മനുഷ്യൻ രാവിലെ 6 മണിക്ക് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട്. കുമ്പളത്ത് ശങ്കുപിള്ള കൊച്ചുമകനെ എഴുത്തിനിരുത്താൻ കൊണ്ടുവന്നു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, സൗജന്യമായിട്ട് എഴുത്തിനിരുത്തത്തില്ല, പൈസ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു പൈസ കൊടുത്തു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, അത് പറ്റൂല, ഹരിജൻ ഫണ്ടിലേക്കുള്ള ധനസമാഹരണമാണ്. ഈ കോഴിക്കോടല്ലേ കൗമുദി ടീച്ചർ ഗാന്ധി വന്നപ്പോൾ കമ്മലും മാലയും വളയും എല്ലാം കൊണ്ട് ഈ മനുഷ്യൻ കാണാൻ സുന്ദരനാണോ? ഇപ്പോഴത്തെ ചില ആളുകളെ പോലെ ഭായിയോം ബഹനവും എന്ന് പറഞ്ഞിട്ട് തീ പിടിപ്പിക്കുന്നുണ്ടോ വാക്കുകൾ കൊണ്ട്? ഒന്ന് വളരെ സൗമ്യമായി സംസാരിക്കുന്ന ഒരാൾ ലക്ഷക്കണക്കാകുന്ന മനുഷ്യരെ ഒരുമിപ്പിക്കുകയാണ് ഒരു രാജ്യത്ത്. ഇത്രയൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന കാലത്ത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ആ അഹിംസയിൽ കൂടി ഒരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ടാണ് എങ്ങനെയെല്ലാം പരിശ്രമിച്ചിട്ടും അകത്തുനിന്ന് തകർക്കാൻ നോക്കിയിട്ടും ഈ ഇന്ത്യ എന്ന ആശയം തകരാതെ നിൽക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്തുകൊണ്ടാ? ആ ഗാന്ധിയിൽ നിന്നുകൊണ്ടല്ലയോ പഞ്ചാബിലെ കർഷകർ 1 കൊല്ലം മഴയത്ത് മഞ്ഞത്ത് കൊടുംചൂടിൽ അവർ പോരാടിയില്ലേ? അവർ വിജയിച്ചില്ലേ? ഭരണകൂടത്തിന് ആ കർഷക നിയമങ്ങൾ പാർലമെന്റിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നില്ലേ? ആ കരുത്താണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബ്രിട്ടീഷുകാർ മാന്യന്മാരായിരുന്നതുകൊണ്ടാണ് അഹിംസയുടെ കച്ചവടം ഇവിടെ വിജയിച്ചത്, ഇല്ലെങ്കിൽ വിജയിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുന്നതിനെ ഞാനത് കുറ്റബോധത്തോടു കൂടി സ്വയം വിമർശനത്തോടു കൂടി കോൺഗ്രസ് ഒന്നും ഇനി ഇത് കാണാതെ പോയിട്ടോ നമ്മൾ മറുപടി പറയാതിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞു മാറിയിട്ട് കാര്യമില്ല. അങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ പുതിയ ചരിത്ര ആഖ്യായനങ്ങളുമായി ഈ ചരിത്രത്തെ അപമാനിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്ത എത്രയോ മനുഷ്യർ ആ മനുഷ്യരുടെ ത്യാഗത്തെ മുഴുവൻ നമ്മൾ അപമാനിക്കുകയാണ്. ആ അപമാനിക്കുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കുകയാണെന്ന് വരും. തീർച്ചയായും ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാനതിനെ വാദിച്ച് അങ്ങനെയല്ല, ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടെന്ന് ജയിക്കാൻ ഞാൻ നിൽക്കുന്നതേ ഇല്ല. ചില സ്ഥലത്ത് തോക്കുന്നത് നല്ലതാണ്. എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വാക്കുകൾ വളരെ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞതിൽ വ്യക്തിപരമായിട്ട് ഈ ഒരു എൻ്റെ പരിമിതമായ ഇത് ഉപയോഗിച്ച് ഇതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു പാർട്ടിയുടെ നേതാവ് അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത് ഇന്ത്യ ഒരു ദേശരാഷ്ട്രമേ അല്ലാന്ന്. ഇന്ത്യ ഒരു നേഷനാണെങ്കിൽ ഭൂമധ്യരേഖയെ നമ്മളങ്ങനെ വിളിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. കാരണം അത്രയേറെ വൈവിധ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യ തകർന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചവരായിരുന്നു ഈ ബ്രിട്ടീഷുകാരടക്കം. പക്ഷേ ഇന്ത്യ അതിജീവിച്ചു, ഇപ്പോഴും നിലനിൽക്കുന്നു, ഇനിയും അതിജീവിക്കും. എനിക്ക് തോന്നുന്നത് പ്രധാനമായിട്ടും നമ്മൾക്ക് വേണ്ടത് 3 ഘടകങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾക്ക് ആവശ്യം എന്ന് തോന്നുന്നു. ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ കാലാതീതമായ പ്രസക്തിയുള്ള മഹാത്മാഗാന്ധിയുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, അദ്ദേഹത്തിൻ്റെ സംവേദനാത്മകമായ ഒരു രീതി നമുക്ക് ആവശ്യമാണ്. രണ്ടാമത് ജവഹർലാൽ നെഹ്റുവും ദേശീയ സ്വാതന്ത്ര്യ സമരവും മുന്നോട്ട് വെച്ച ഒരു വിശാലമായ ബഹുസ്വരമായ ഒരു ദേശരാഷ്ട്ര ഭാവന, ഇന്ത്യ എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാവന. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അംബേദ്കർ മുന്നോട്ട് വെച്ച ഭരണഘടനാ ധാർമ്മികത. അംബേദ്കറുടെ മൈത്രിയെക്കുറിച്ച് അംബേദ്കറുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ നമ്മളെപ്പോഴും ഈ സമത്വത്തെക്കുറിച്ചിട്ടും സോഷ്യലിസത്തെക്കുറിച്ചും മതേതരത്വത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ മറന്നു പോകുന്ന ഒന്നാണ് അംബേദ്കർ ഉപയോഗിച്ചിരുന്ന മൈത്രി എന്ന വാക്കും അതിൻ്റെ അർത്ഥവ്യാപ്തിയും. ഇന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എന്നോടൊരാൾ 2014 മുതലുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലുള്ള ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്താണ്, നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അത് ഈ ഇക്കണോമിക് ബാക്കി എല്ലാം മാറ്റിവെച്ചാൽ ഞാൻ പറയുന്നത്
ഇനി ഒരിക്കലും വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു 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 ബഹുസ്വര രാഷ്ട്രഭാവനയ്ക്ക് മേലുള്ള ഒരു വലിയ വിള്ളലേൽപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മനുഷ്യരെ തമ്മിൽ സമുദായത്തിൻ്റെ പേരിലൊക്കെ അന്യോന്യം സംശയത്തോടെ നോക്കുന്ന വിധത്തിൽ, ഒരു മനുഷ്യൻ മറ്റൊരാളെ അന്യനായിട്ട് കാണുന്ന വിധത്തിലുള്ള ഒരു വിള്ളലുണ്ടാക്കാൻ മോദിക്ക് കഴിഞ്ഞു. അപ്പോൾ നാളെ മോദി മാറിയാലും ആ വിള്ളല് അത് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ നമ്മളെ സംബന്ധിച്ചോളം അത്ര എളുപ്പമല്ല. അതിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതുണ്ട്, ഒരുപാട് നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടത് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് ഉപരിയായിട്ട് ഇതൊരു വലിയ ഒരു, കാരണം ഈ സംഘപരിവാറിൻ്റെ സ്വാധീനം സാംസ്കാരിക തലത്തിൽ, സാമൂഹ്യ സാംസ്കാരിക തലത്തിൽ വലിയ തോതിൽ വേരോടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കേണ്ടത് ഈ ഒരു തലത്തിൽ കൂടി ആയിരിക്കണം. അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ മറ്റൊരു തലത്തിൽ കണ്ടുകൊണ്ട്, ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച, അതിന് നമ്മളെ സഹായിക്കേണ്ടത് ഈ മഹാത്മാഗാന്ധിയുടെ ഒരു സംവേദന രീതിയും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ലോകബോധവും അതുപോലെ തന്നെ അംബേദ്കർ മുന്നോട്ട് വെച്ച മൈത്രിയിലൂന്നിയ, സമത്വത്തിലൂന്നിയ ഭരണഘടനാ ധാർമ്മികത ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാലം ഈ ഇന്ത്യ എന്ന ആശയത്തിൽ ഊന്നിയ ഈ ഒരു മഹാജനാധിപത്യ മതേതര രാഷ്ട്രത്തെ നമുക്ക് ഇതുപോലെ തന്നെ നിലനിർത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയോടുകൂടി ഞാനിത് നിർത്തുകയാണ്. ഇനി കുറച്ച് ചോദ്യങ്ങൾക്കുള്ള 10 മിനിറ്റ് ചോദ്യങ്ങൾക്കുണ്ട്. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇപ്പോഴാവാം. എൻ്റെ ചോദ്യം വിഷ്ണുവേട്ടനോടാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാറുണ്ട് കേരളത്തിലൊരു ശക്തമായിട്ടുള്ള 2ാം നിര കോൺഗ്രസ്സിലുണ്ടെന്ന്. 2ാം നിര മാത്രമല്ല, ശക്തമായിട്ടൊരു 3ാം നിര കൂടെ കോൺഗ്രസ്സിലുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ ദേശീയ തലത്തിലേക്ക് വരുന്ന സമയത്ത് മുമ്പ് വി ശ്രീനിവാസ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിന് ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലത്തൊക്കെ വളരെ നല്ലൊരു ഇമേജ് ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലുള്ള യുവ നേതാക്കളിൽ കേരളത്തിലിപ്പോൾ വിഷ്ണുവേട്ടനെ പോലെ, അല്ലെങ്കിൽ രാഹുലിനെ പോലെ, ഷാഫിഖയെ പോലെ, ബൽറാമിനെ പോലെ, റോജി എം ജോണിനെ പോലെ എടുത്തു പറയാൻ ഒരുപാട് പേരുകൾ കോൺഗ്രസിന് കേരളത്തിലുണ്ട്. എന്നാൽ ദേശീയ തലത്തിലേക്ക് വരും ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വീകാര്യതയുള്ള യുവ നേതാക്കളുടെ എണ്ണം കോൺഗ്രസിന് കുറവല്ലേ എന്നുള്ളൊരു ആകുലത എനിക്കുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ആശയം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സംഘപരിവാറിനെ എതിർക്കണമെങ്കിൽ ദേശീയ തലത്തിൽ അതിനൊരു മുന്നണിയെ നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു 40% അല്ലെങ്കിൽ 30% വോട്ടുള്ള പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള നേതൃത്വം, അതിൽ തന്നെ കൂടുതൽ യുവാക്കളുടെ പങ്കാളിത്തമുള്ള ഒരു ദേശീയ നേതൃത്വം കോൺഗ്രസിന് വരേണ്ടതില്ലേ? എല്ലാ കാലത്തും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൂടുതൽ ആളുകൾ വരേണ്ടതാണ്. കോൺഗ്രസിൻ്റെ നേരത്തെ പറഞ്ഞ സംഘടനകളിൽ കൂടി വരുന്നവർ മാത്രമല്ല, രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രീയത്തെ സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കനയ്യകുമാറിനെ പോലെ ഒരാൾ ഈ ആശയത്തെ, ഈ മുന്നേറ്റത്തെ, അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിനെ ഇഷ്ടപ്പെട്ട് അതിലേക്ക് വന്നുണ്ട്. ഗുജറാത്തിലാണെങ്കിൽ ജിഗ്നേഷ് മേവാനി വന്നു, മെമ്പർഷിപ്പ് തന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ ആളുകൾ അവർക്ക് തന്നെ, കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടായി വന്നവരാണെന്ന് ഞാൻ കരുതുന്നില്ല. പകരം ഇവിടെ ഒന്നും കൂടെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ വലിയ വെല്ലുവിളിയെ അതിജീവിക്കാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കനയ്യകുമാർ ആണെങ്കിലും ജിഗ്നേഷ് മേവാനി ആണെങ്കിലും ഒക്കെ ഈ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നത്. ആ നിലയിലേക്ക് കൂടുതൽ ആളുകൾ വരേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഹലോ, ഇന്ത്യ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ നല്ലൊരു സ്പീച്ചസാണ് രണ്ടുപേരും നടത്തിയത്. ചരിത്രപരമായി 1949 നവംബർ 25 ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടത്തിയ പ്രസംഗത്തിൽ ചെറിയൊരു രൂപം പറയാം. On 26 January 1950, we are going to enter into a life of contradictions. In politics and economic life, we will have equality. But in social life, we will have inequality. പിന്നെ നവംബർ 4 1948 അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ പറ്റിയാണ്. ഇറ്റ് ഷുഡ് ബി എ നാച്ചുറൽ സെൻറ്റിമെൻറ്റ്, ഇറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടന 75-ാം വർഷം ആഘോഷിക്കുന്ന ഈ സമയത്തും ഇന്ത്യയിൽ നാം ഉദ്ദേശിച്ച
അംബേദ്കർ വിവക്ഷിച്ച ഇക്വാലിറ്റിയും ലിബർട്ടിയും ഫ്രാറ്റേണിറ്റിയും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞോ? ദീർഘകാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചു, ഇപ്പോൾ ഭരിക്കുന്ന BJP ആണ്. എന്നിരുന്നാലും എന്തൊക്കെ കൊണ്ടാണ്, എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ ഭരണകർത്താക്കൾക്ക്, ഭരണകൂടങ്ങൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിറവേറ്റാൻ കഴിയാത്തത്? മുന്നാക്ക സംവരണം പാസ്സായപ്പോൾ, ബില്ല് പാസ്സായപ്പോൾ, ഇന്ത്യ രാജ്യം നടപ്പാക്കിയപ്പോൾ അന്നൊരു സ്റ്റഡി വന്നിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ 45% ആദിവാസികളും മുഴുവൻ പട്ടിണിയിലാണെന്നാണ്. എന്താണ് വൈ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ദേശീയത ഷൗവിനിസത്തിലേക്ക് മാറിപ്പോകുന്നുണ്ടോ? കപട ദേശീയതയിലേക്ക് മാറിപ്പോകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നില്ലേ? ഇന്നിപ്പോൾ ഭരണഘടനയിലെ പ്രിയാമ്പിൾ പറഞ്ഞിരിക്കുന്ന സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റുന്ന പറഞ്ഞ് സുപ്രീം കോടതി വരെ ഹർജി പോയി. സുപ്രീം കോടതി പാടെ തള്ളിക്കൊണ്ട് പറഞ്ഞു ഇറ്റ് കനോട്ട് ബി ഡൺ ബിക്കോസ് ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ തലം വരെ എത്തിച്ചു നമ്മൾ. എന്തുകൊണ്ട്? എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്? എവിടെയാണ് നമ്മുടെ ഭരണഘടനാ ധാർമ്മികത നമ്മുടെ നേതാക്കന്മാർക്കും ഭരണകർത്താക്കൾക്കും പരാജയപ്പെട്ടത് എന്നൊരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. പരാജയപ്പെട്ടു എന്നതിന് പറയുന്നതിനപ്പം നമുക്ക് മഹാനായ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലും പിന്നീട് പാർലമെൻറ്റിലും താങ്കൾ നേരത്തെ ശരിയാമെന്ന് സൂചിപ്പിച്ചതുപോലെ പ്രകടിപ്പിച്ച ആ ആശങ്കകളെ, ആകുലതകളെ പൂർണ്ണമായും വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയും. അതായത് സാമൂഹ്യനീതി ഭരണഘടന വിഭാവനം ചെയ്ത അർത്ഥത്തിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച തന്നെ നടത്തി. അത് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാണ് അങ്ങനെ ഒരു ചർച്ച. ഭരണഘടന അവിടെ ദൗർഭാഗ്യകരമായി ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി അമിത്ഷായെക്കുറിച്ച് നടത്തിയ പരാമർശമൊക്കെ അതിനുശേഷം പാർലമെൻറ്റിലും രാജ്യമെമ്പാടും 26-ാം തീയതി അംബേദ്കർ ജനിച്ച സ്ഥലത്ത് ഈ 26-ാം തീയതി നമ്മൾ മഹാറാലി സംഘടിപ്പിക്കുകയാണ്. ഭരണഘടനാ സംരക്ഷണ റാലി ഈ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ ആ സാമൂഹിക നീതി പൂർണ്ണ അർത്ഥത്തിൽ നേടിയെടുക്കുന്നതിൽ നമ്മൾ വിജയം കണ്ടിട്ടില്ല. ഇന്ത്യൻ റിപ്പബ്ലിക് വിജയം കണ്ടിട്ടില്ല. അതിനി ഒട്ടേറെ ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഹലോ സർ, ഇന്നത്തെ ചർച്ച വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എനിക്ക് ചോദിക്കാൻ ആദ്യത്തെ ഒരു പ്രധാന സംശയം, ഇന്ത്യ എന്ന ആശയം അടിസ്ഥാനപരമായി ഒരു ബ്രിട്ടീഷ് സംഭാവനയാണെന്ന് സമ്മതിക്കാനുള്ള ബൗദ്ധികമായ സത്യസന്ധത നമുക്ക് എന്തുകൊണ്ടാണ് കൈമോശം വന്നത്? 2, ഇന്ത്യ ഹിന്ദു ഭൂരിപക്ഷമാണെന്നുള്ള കള്ളം, പച്ചക്കള്ളം. മതപരമായി പറഞ്ഞാൽ 4 വർണ്ണക്കാരാണ്. അത് ഇന്ത്യൻ ജനസംഖ്യയിൽ വെറും 10-12% വരുന്നവരാണ്. ആ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം വഹിച്ച ഒരാളായിരുന്നു ഗാന്ധി, നെഹ്റു ഒക്കെ ഉള്ള നേതാക്കൾ. അവരുദ്ദേശിക്കുന്ന ഒരു രാജ്യം, അത്തരമൊരു ആധിപത്യമുള്ള ഒരു രാജ്യം, അതായത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളെ നിഷേധിക്കുന്ന ബ്രാഹ്മണാധിപത്യം ഇന്ത്യയുടെ ഒരു ആശയത്തിന് എതിരായിട്ടാണ് ഡോക്ടർ അംബേദ്കർ പോരാടിയിരുന്നത്. RSSും കോൺഗ്രസും 2 വ്യത്യസ്ത മേഖലകളിലുള്ളവരാണെന്നുള്ള ഒരു ധ്വനി ഇവിടെ വരുന്നുണ്ട്. ഗാന്ധിയെ RSS ഗോഡ്സെ കൊല്ലാൻ കാരണം അത് ജാതിപരമായിട്ടുള്ള ജാതി കൊലയായിരുന്നു. ബ്രാഹ്മണനായിട്ടുള്ള ഗോഡ്സെ വൈശ്യനായിട്ടുള്ള ഗാന്ധിയെ കൊന്നു. കാരണം ബ്രാഹ്മണർക്ക് മാത്രം അർഹതപ്പെട്ട അവകാശങ്ങൾ, രാഷ്ട്രീയ അധികാരം നേടിയെടുത്ത ബനിയക്കുള്ള ജാതീയമായിട്ടുള്ള ശിക്ഷയായിരുന്നു അത്. 30കളിൽ തന്നെ ഈ കൊലപാതക ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിങ്ങളുമായി ഇനിയിപ്പോൾ യാതൊരു ബന്ധമില്ല. മുസ്ലിങ്ങളോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ് ഗോഡ്സെ കൊന്നതെന്ന് പറയുന്നത് RSSന്റെ ഹൈന്ദവ ആശയങ്ങൾ പേർന്നവരാണ്. ഇപ്പൊ വേദിയിലിരുന്ന് സനാതന ധർമ്മത്തിലെ 4ാം വർണ്ണക്കാരായിട്ട് 2 ശൂദ്രരാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഇന്ത്യ എന്ന ആശയത്തെ കുറിച്ചിട്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജാതി ഹിന്ദുക്കളുടെ രാഷ്ട്രത്തിൻ്റെ, ബ്രാഹ്മണാധിപത്യ രാഷ്ട്രത്തിൻ്റെ പിതാവാണ് ഗാന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ജനാധിപത്യ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആണെന്നുള്ള സത്യം സമ്മതിക്കാനുള്ള സത്യസന്ധതയെങ്കിലും നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാനുണ്ട്. നമസ്കാരം. ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ നല്ലൊരു ബോധമുണ്ടാക്കാൻ ശ്രീ PC വിഷ്ണുനാഥനും സുധാമേനോനും സാധിച്ചു എന്ന സന്തോഷം അറിയിക്കുകയാണ്. എങ്കിലും മറ്റൊരു ചോദ്യം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയക്കാർ മാത്രമാണോ ഇന്ത്യ എന്ന ആശയം രൂപപ്പെടുത്താൻ പ്രവർത്തിച്ചിട്ടുള്ളത്? കാളിദാസൻ്റെ രഘുവംശം എടുത്ത് പരിശോധിച്ചാൽ ആ സമുദ്ര ക്ഷതീശാനം ആഫലോദയ കർമ്മണ, അങ്ങ് വടക്ക് ഹിമാലയം മുതൽ ഇനി കടലോരം വരെ നീണ്ടുകിടക്കുന്ന ഭാരതം എന്ന ആശയത്തെ രൂപപ്പെടുത്തി ഇവിടുത്തെ എഴുത്തുകാരുണ്ട്.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയെ പോലെയുള്ള ദേശീയ നേതാക്കൾ, കവികൾ, രവീന്ദ്രനാഥ് പോലെയുള്ള കവികൾ ഒക്കെ ഈ ആശയം രൂപപ്പെടുത്തുന്നതിൽ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ട് അവരെ നിങ്ങൾ സ്പർശിക്കുന്നു? അത് നേരത്തെ സുധാമേനോനും പറഞ്ഞിരുന്നു, ഞാനും ചെറുതായി സൂചിപ്പിച്ചിരുന്നു. ഒന്ന്, ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ധാരകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അത് കൂടുതൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതടക്കമുള്ള ഒരുപാട് ധാരകളും ആശയങ്ങളും സാഹിത്യവും എല്ലാം ഈ ഇന്ത്യൻ ആശയത്തെ രൂപവത്കരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ച ചോദ്യത്തിലെ ആദ്യത്തെ ഭാഗം ഞാൻ ഒരുപാട് സ്ഥലത്ത് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ പ്രചരണത്തിൻ്റെ ഭാഗമാണ്. എന്താണ്, ഇതൊരു പാശ്ചാത്യ ആശയമാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ദേശനിർമ്മിതിയുടെ ഘടകങ്ങൾ വെച്ച് നോക്കിയാൽ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മതത്തിൻ്റെ പേരിൽ, ഒരു സംസ്കാരത്തിൻ്റെ പേരിലൊക്കെ ദേശരാഷ്ട്രങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ത്യ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഇത് പാശ്ചാത്യ പടിഞ്ഞാറൻ ആശയമാണ്, ഇത് അവരുടെ സംഭാവനയാണ്, ഇത് അവിടുന്ന് എടുത്തതാണെന്നൊക്കെ പറയുന്ന ഇപ്പോഴത്തെ ഈ ഗാന്ധി വിമർശനത്തിൻ്റെ പുതിയ ചരിത്ര ആഖ്യായനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കടന്നു വരുന്നത്. പിന്നെ ഞാൻ വ്യക്തിപരമായി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ഒന്ന് ഭഗത് സിംഗോ അംബേദ്കറോ സുഭാഷ് ചന്ദ്രബോസോ ഒന്നും അവർ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഇപ്പോൾ അവരെ ഏറ്റെടുത്ത് ഗാന്ധി വിമർശിക്കുന്ന ധാരയും പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു. അതിലൊന്നും അവർ പ്രവർത്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിയെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി അംബേദ്കറിനെ ഉപയോഗിക്കുന്നതിനോടോ അംബേദ്കറിനെ വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിയെ ഉപയോഗിക്കുന്നതിനോടോ വ്യക്തിപരമായി യോജിക്കുന്ന ഒരാളല്ല ഞാനൊരു പുസ്തക പ്രകാശനത്തിന് പോയപ്പോൾ വളരെ ബഹുമാനപ്പെട്ട ഒരാൾ പറയുന്നു, മഹാത്മാഗാന്ധിയെ അല്ല രാഷ്ട്രപിതാവായി തീരുമാനിക്കേണ്ടിയിരുന്നത്, അത് അംബേദ്കറിനെ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി എവിടെയും തീരുമാനിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവാണെന്ന് ആദ്യമായി സംബോധന ചെയ്തത് എൻ്റെ ചരിത്രത്തിലെ അറിവ് വെച്ചാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസാണ് ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് മഹാത്മാഗാന്ധിയെ സംബോധന ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഉയർത്തി ആരെങ്കിലും ഇകഴ്ത്താനോ ആരെങ്കിലും ഇകഴ്ത്തി ആരെങ്കിലും പുകഴ്ത്താനോ ശ്രമിക്കുന്ന തരത്തിലുള്ള ഒരു കൗടില്യമുണ്ട്. അതിലേക്ക് തൽക്കാലം വീഴാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കിതിന് ശേഷം ഈ ഡിബേറ്റ് തുടരാം. സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ചർച്ച ഇനി തുടരാൻ നമുക്ക് പുറത്തും തുടരാം. സമയ ദൗർബല്യമുള്ളത്. താങ്ക് യു. നന്ദി.